ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലമാണ് പറയുന്നത്. 2026 ഏപ്രിൽ മാസം 12-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള ഫലമാണ്, നക്ഷത്ര ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MS-4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് വാരഫലത്തിലേക്ക് കടക്കാം. വാരഫല വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വാരം ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് എത്തിച്ചേരാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കൂടുതൽ യാത്രാക്ലേശങ്ങൾക്കുള്ള സാധ്യതയും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ഇത് നിമിത്തം കുടുംബത്ത് ചെറിയ തോതിലുള്ള ഐശ്വര്യക്കുറവ്, അതായത് ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള അഭിപ്രായ ഭിന്നത കൂടി നിൽക്കാനുള്ള സാധ്യത, കലഹ സാധ്യതകൾ ഇത് നിമിത്തം അങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻ റിലേറ്റഡ് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാണ് വരാൻ പോകുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്കും അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും വരാൻ പോകുന്നത്. ആരോഗ്യ സംബന്ധമായി കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾക്കുള്ള സാധ്യത മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതായിരിക്കും. ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കൂടി നിൽക്കാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ ആ ഒരു മിതഭാവത്തിൽ തന്നെ സംസാരിച്ച് മുൻപോട്ട് പോവുക. സംസാരത്തിലുള്ള പാളിച്ചകൾ നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോവുക. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകൈര്യം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്ന നല്ലൊരു വാരമാകും വരാൻ പോകുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള അലസത ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ചെറിയ തോതിൽ ദൈവാധീനം കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ആരോഗ്യ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും അതുപോലെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് നിമിത്തം അങ്ങനെയുള്ള ഫുഡ് റിലേറ്റഡ് അലർജി കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരമാകും വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു വാരമാണ് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. പ്രത്യേകിച്ച് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ഫിനാൻഷ്യൽ റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്ന ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും വരാൻ പോകുന്നത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകൈരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ശത്രു നിമിത്തമുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുന്ന നല്ലൊരു വാരമായിട്ട് തന്നെയാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ ക്ലേശങ്ങൾ, പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി അനുകൂല സ്ഥാനത്ത് ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാകും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നല്ലൊരു വാരമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിന് നല്ല ഒരു വാരമാണ്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല ഒരു വാരം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്
നല്ല ദൈവാധീനമുള്ള സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണേലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണേലും വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതും അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള സമയമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം, കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു തടസ്സം ഈ വരുന്ന വാരവും കാണിക്കുന്നതാണ്. അങ്ങനെയുള്ള ശത്രു നിമിത്തമുള്ള പരാക്കുദോഷം പോലെയുള്ള കാര്യങ്ങൾ, തടസ്സങ്ങളിലേക്ക് ചെയ്യുന്ന ജോലികളിൽ ഉള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള തടസ്സങ്ങൾ, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിലുള്ള ചെറിയ പാളിച്ചകൾ, അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യത കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. ശത്രു തടസ്സം കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരത്തിൽ ആ ഒരു മിതത്വ ഭാവത്തിൽ തന്നെ മുൻപോട്ട് പോകേണ്ടതാണ് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാര്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വരുന്ന വാരം അത്ര അനുകൂലമായിട്ടുള്ള ഒരു വാരമാവില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കണം. അങ്ങനെയുള്ള ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത, പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വീട് പണിയുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും, ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന സമയമാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുള്ള സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല ദൈവാധീനമുള്ള സമയമായിട്ട് തന്നെയാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായി നിങ്ങൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും, തൃപ്തികരമായിട്ടുള്ള ഒരു സമയമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുമ്പോൾ വളരെ അനുകൂല സ്ഥാനം തന്നെയാണ് കാണിക്കുന്നത്. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം, കാൽഭാഗം. ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തലവേദന, അങ്ങനെയുള്ള കൂടുതൽ യാത്രാ ക്ലേശങ്ങൾ, കൂടുതലായിട്ടുള്ള ടയർഡ്നെസ്, ക്ഷീണം കൂടി നിൽക്കാനുള്ള സാധ്യതകൾ, ഇങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ, അങ്ങനെയുള്ള സാധ്യതകൾ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പക്ഷെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. 2 തവണ ആലോചിച്ചതിന് ശേഷം മാത്രം അങ്ങനെയുള്ള വെൽ പ്ലാനിങ്ങോട് കൂടി മാത്രം അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല സ്ഥാനമാകും. ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ല ഒരു വാരമാകും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക. ശത്രു തടസ്സം നേരിടാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ സംസാരത്തിലുള്ള പാളിച്ചകൾ നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. വീട് പണിയുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതും അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഉള്ള ഫാസ്റ്റ് ഡിസിഷൻസ് എടുക്കാനുമുള്ള ദൈവാധീനം ഉണ്ടാകുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള വാരമാകും. ചിങ്ങക്കൂർ നക്ഷത്രക്കാരുടെ പിതാവിന് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ക്ലേശം ഉടലെടുക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സഹോദരങ്ങൾക്ക് അനുകൂല സ്ഥാനം തന്നെയാകും. പ്രത്യേകിച്ച് ചിങ്ങക്കൂർ നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നവർക്കും വിദേശത്ത് ജോലിക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂല സ്ഥാനം തന്നെയാണ് കാണിക്കുന്നത്. അടുത്തതായി കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരം ആകും വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുകയാണെങ്കിൽ പാഴ്ചെലവ് നിയന്ത്രിച്ച് ഈ വാരം കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്ന നല്ല ഒരു സമയമാകും. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാണ്. ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്ന നല്ല ദൈവാധീനമുള്ള സമയമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരം. അതുപോലെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം, പ്രത്യേകിച്ച് സരസ്വതി ദേവിയുടെ അനുഗ്രഹവും അതുപോലെ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാകും വരാൻ പോകുന്നത്. സരസ്വതി മന്ത്രം, മഹാവിഷ്ണു മന്ത്രം ജപിക്കുന്നത്, വിഷ്ണു സഹസ്രനാമവും ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അങ്ങനെ
സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം, അങ്ങനെയുള്ള തീരുമാനങ്ങളിലുള്ള പാളിച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് സംബന്ധമായി പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ബിസിനസ് എക്സ്പാൻഷനും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമായിട്ട് തന്നെയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ദൈവാധീനം ഉള്ള, നല്ല രീതിയിൽ ഉള്ള ദൈവാധീനം നിലനിൽക്കുന്ന ഒരു വാരമായിട്ട് തന്നെയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും, കാൽമുട്ടിനുണ്ടാകുന്ന അസ്വസ്ഥത, നടുവിന് വേദന, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത അത്യാവശ്യമാണ്. അങ്ങനെയുള്ള അശ്രദ്ധ നിമിത്തമുള്ള അപകട സാധ്യതകൾക്കുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതായിരിക്കും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോവുക. ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. അതുപോലെ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരം. വിവാഹം ആലോചിക്കുന്നവർക്കും ഉചിതമായിട്ടുള്ള ദൈവാധീനം, നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമാകും വരാൻ പോകുന്നത്. അതുപോലെ വിദ്യാർത്ഥികൾക്ക്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂല സ്ഥാനം തന്നെയാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമായിട്ട് തന്നെയാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക സംബന്ധമായിട്ടുള്ള ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നതാണ്. അതായത് ജോലിയിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വർക്ക് ഔട്ട്പുട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട്, ജോബ് സംബന്ധമായിട്ടുള്ള, അങ്ങനെ ജോലി സംബന്ധമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവൽ അല്പം കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യതയും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള അലസത ഉണ്ടാകാനുള്ള സാധ്യത വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും. പ്രത്യേകിച്ച് ബിസിനസ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമായിട്ട് തന്നെയാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും, അശ്രദ്ധ നിമിത്തം, അങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും, അതുപോലെ വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ അശ്രദ്ധ നിമിത്തമുള്ള അങ്ങനെയുള്ള അപകട സാധ്യതകൾ ഒഴിവാക്കുക, അങ്ങനെയുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ദൈവാധീനം ഉള്ള നല്ല ഒരു വാരമാകും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരമാകും വരാൻ പോകുന്നത്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം. ധനുക്കൂർ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള നല്ല ഒരു വാരമാണ് വരാൻ പോകുന്നത്. ശത്രു തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുകയാണെങ്കിൽ വരുന്ന വാരം നല്ല അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്ന നല്ല ഒരു സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി ഉചിതമായിട്ടുള്ള പ്രൊപ്പോസൽസ്, കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ദൈവാധീനം ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഹനുമാൻ ചാലീസ ജപിക്കുന്നതും അതുപോലെ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതുമേ സദാ. സരസ്വതി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. നല്ല ദൈവാധീനമുള്ള സമയമായിട്ട് തന്നെയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ല ഒരു വാരം. പ്രത്യേകിച്ച് ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല സമയമായിട്ട് തന്നെയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായി തൃപ്തികരമായിട്ടുള്ള വാരമാകും ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുക.
അടുത്ത ഞാൻ പറയാൻ പോകുന്നത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അശ്രദ്ധ നിമിത്തമുള്ള അപകട സാധ്യതകൾക്ക് അങ്ങനെയുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോവുക. അതുപോലെ തന്നെ കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെ അഭിപ്രായ ഭിന്നത കൂടി നിൽക്കാനുള്ള സാധ്യതയും മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുക. പണം കടം കൊടുക്കുന്നത് പ്രത്യേകം നിയന്ത്രിക്കുക. പാഴ്ചെലവ് കൂടി നിൽക്കാനുള്ള സാധ്യത മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കും ഈ വരുന്ന വാരം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വീട് പണിയുമായി ബന്ധപ്പെട്ടും ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വാരമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള അലസത കൂടി നിൽക്കാനുള്ള സാധ്യത മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയുമാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ഇനിയും ഞാൻ പറയാൻ പോകുന്നത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ്. അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത വരുന്ന വാരം കാണിക്കുന്നുണ്ട്. ജോലിയിൽ ഒഫീഷ്യലി ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യത, പ്രത്യേകിച്ച് നിങ്ങൾ പെൻഡിങ് ഉള്ള വർക്ക് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള ഫോക്കസിങ് വേണ്ടിയ ഒരു വാരം, അതുപോലെ തന്നെ ജോബ് റിലേറ്റഡ് ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള ഒരു വാരമായിട്ട് തന്നെയാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ ഫോക്കസിങ്ങോട് കൂടി തന്നെ ചെയ്യേണ്ട ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്ന കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ടും അതുപോലെ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ല ഒരു വാരമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വീട് അതുപോലെ തന്നെ വീട്ടില് മാതാവിന് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. കുംഭക്കൂർ നക്ഷത്രക്കാർക്ക് നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തലയ്ക്ക് ഉണ്ടാകുന്ന വേദന, അങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള ടെൻഷൻസ് കാര്യങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതകൾ ഈ വരുന്ന വാരം കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കുംഭക്കൂർ വരുന്ന നക്ഷത്രക്കാർക്ക് ബിസിനസ് എക്സ്പാൻഷനും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അനുകൂല സ്ഥാനമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. വിഷ്ണു സഹസ്രനാമവും ഹനുമാൻ ചാലിസയും ജപിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ദൈവാധീനപരമായി വിദ്യാർത്ഥികൾക്ക് നല്ല സമയമായിട്ട് തന്നെയാകും വരാൻ പോകുന്നത്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഒഫീഷ്യലി ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നിൽക്കുന്ന നല്ല ഒരു വാരമാകും. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വർക്ക് ഔട്ട്പുട്ട് ലെവൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന നല്ലൊരു വാരം. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുഗ്രഹ സ്ഥാനത്ത് ദൈവാധീനം ഉണ്ടാകുന്ന ഒരു വാരമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള സമയമാകും. വിഘ്നേശ്വര ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉള്ള ഉന്നമനം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വാരം ആയിട്ട് തന്നെയാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ഹനുമാൻ ചാലിസ ജപിക്കുന്നതും നരസിംഹ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. കാരണം ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത, അങ്ങനെയുള്ള പ്രാക്കുദോഷം പോലുള്ള കാര്യങ്ങൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകുന്ന നല്ലൊരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു വാരമാകും. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക ദിവസവും. പുതിയതായിട്ടുള്ള ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയതും ബിസിനസ് റിലേറ്റഡ് അങ്ങനെയുള്ള പ്രൊമോഷൻ കാര്യങ്ങളിലൊക്കെയുള്ള കൂടുതൽ ഫോക്കസിങ് ചെയ്യാൻ പറ്റിയതുമായിട്ടുള്ള നല്ലൊരു വാരമാകും. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളെല്ലാം മാറി നല്ല ദൈവാധീനം ഉണ്ടാകുന്ന ഒരു വാരമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ, ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള സമയമായിട്ട് തന്നെയാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന വാരം കാണിക്കുന്നത്. ഇത്രയുമാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MSP4 ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും എന്റെ പൂജാ പ്രാർത്ഥനയെ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇതിന് ഫീസ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല, തികച്ചും സൗജന്യപരമാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യം നേരുന്നു. നല്ല ഒരു വാരം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.